അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ കാലഘട്ടങ്ങളിൽ എക്കാലവും ഏറ്റവും വിശ്വസനീയവും സുരക്ഷിതവുമായ നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നത് സ്വർണമാണെന്ന് സാമ്പത്തിക ലോകം അംഗീകരിക്കുന്ന സത്യമാണ്. ഈ സുരക്ഷിതത്വം വ്യക്തിഗത നിക്ഷേപകരുടെ പരിധിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളെയും ഇത് അതുപോലെ തന്നെ ബാധിക്കുന്നു. ആഗോളതലത്തിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനായി സ്വർണത്തെ കൂടുതൽ ആശ്രയിക്കുന്ന പ്രവണത ശക്തമാവുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. പല രാജ്യങ്ങളുടെയും ദേശീയ കരുതൽ ശേഖരങ്ങളിൽ സ്വർണം ഇന്നൊരു സുപ്രധാന ഘടകമായി മാറുന്നു. പണപ്പെരുപ്പ ഭീഷണി, ആഗോള സംഘർഷങ്ങൾ, കറൻസികളുടെ മൂല്യത്തിലെ ചാഞ്ചാട്ടം, വ്യാപകമായ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളിൽ നിന്ന് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യങ്ങൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. ഈ പ്രവണത ഇപ്പോഴും ലോകത്തെ നിരവധി രാജ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. ലോകത്ത് ഇതുവരെ ഖനനം ചെയ്ത സ്വർണത്തിന്റെ ഏകദേശം 20% സെൻട്രൽ ബാങ്കുകളുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത് എന്ന കണക്കും ഈ യാഥാർത്ഥ്യത്തെ ശക്തമായി സ്ഥിരീകരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണശേഖരം കൈവശം വെച്ചിരിക്കുന്ന രാജ്യം ഏതാണെന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലും അന്താരാഷ്ട്ര നാണയനിധിയായ IMFും പുറത്തുവിട്ട കണക്കുകൾ ഇതിന് വ്യക്തമായ ഉത്തരം നൽകുന്നു. 8133 ടണ്ണിലധികം സ്വർണശേഖരവുമായി അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരമുള്ള രാജ്യം. ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്ക്, ഫോർട്ട് നോക്സ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷിത കേന്ദ്രങ്ങളിലായാണ് അമേരിക്ക ഈ വൻ സ്വർണശേഖരം സൂക്ഷിച്ചിരിക്കുന്നത്. ആഗോള സ്വർണ വിപണിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതീവ പ്രാധാന്യമുള്ള പങ്കാണുള്ളത്. ബ്രെട്ടൺ വുഡ്സ് സംവിധാനത്തിന്റെ കാലഘട്ടത്തിൽ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ആയിരക്കണക്കിന് ടൺ സ്വർണം ശേഖരിച്ചിരുന്നു. ഈ കരുതൽ ശേഖരം ഇന്നും യൂറോപ്പ് മേഖലയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കരുത്തേകുന്ന പ്രധാന ഘടകമായി തുടരുന്നു. യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളുടെ മൊത്തം സ്വർണ ശേഖരം അമേരിക്കയുടെ ശേഖരത്തോട് തുല്യമായ തോതിലെത്തുന്നു. അവ വിവിധ രാജ്യങ്ങളിലായി വിഭജിച്ചിരിക്കുകയാണെങ്കിലും വ്യക്തിഗത കണക്കുകൾ പരിഗണിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പിന്നാലെ ജർമ്മനിയാണ് ലോകത്ത് 2ാമത്തെ വലിയ സ്വർണശേഖരമുള്ള രാജ്യം. ഏകദേശം 3350 മുതൽ 3352 ടൺ വരെയാണ് ജർമ്മനിയുടെ സ്വർണശേഖരം. 2452 ടൺ സ്വർണവുമായി ഇറ്റലി 3ാം സ്ഥാനത്തും ഏകദേശം 2437 ടൺ സ്വർണശേഖരവുമായി ഫ്രാൻസ് 4ാം സ്ഥാനത്തും നിലകൊള്ളുന്നു. ഏകദേശം 2330 മുതൽ 2333 ടൺ വരെ സ്വർണശേഖരവുമായി റഷ്യയാണ് 5ാം സ്ഥാനത്ത്. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി സമീപ വർഷങ്ങളിൽ റഷ്യ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടിയിരുന്നു. ഇതേ രീതിയിൽ സ്വർണ വിപണിയിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവും വ്യക്തമായി കാണാൻ സാധിക്കുന്നു. US ഡോളറിലെ ആശ്രിതത്വം കുറയ്ക്കുകയും ദേശീയ ആസ്തികളെ കൂടുതൽ വൈവിധ്യമാർന്നതാക്കുകയും ചെയ്യാനുള്ള ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായാണ് ചൈന തന്റെ സ്വർണശേഖരം വർദ്ധിപ്പിച്ചത്. ഭൗമരാഷ്ട്രീയ ആശങ്കകൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ചൈന ഈ നയങ്ങൾ നടപ്പിലാക്കുന്നത്. നിലവിൽ ചൈനയുടെ കൈവശം ഏകദേശം 2303 മുതൽ 2304 ടൺ വരെ സ്വർണശേഖരമുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്ത് ദീർഘകാല പങ്കാളിത്തത്തിനും ഉയർന്ന പ്രതിശീർഷ സ്വർണശേഖരത്തിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് ഏകദേശം 1040 ടൺ സ്വർണവുമായി 7ാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നായ ഇന്ത്യയും സമീപകാലത്ത് തന്റെ സ്വർണശേഖരം ക്രമാതീതമായി വർദ്ധിപ്പിച്ചു വരികയാണ്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസ്ഥിരതകളും കറൻസി മൂല്യത്തിലെ അനിശ്ചിതത്വങ്ങളും ഇന്ത്യയെ ഇത്തരം നീക്കങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. ഗണ്യമായ സ്വർണശേഖരമുള്ള ജപ്പാനും ഈ പട്ടികയിൽ പിന്നിലല്ല. ജപ്പാന്റെ കൈവശം നിലവിൽ 845.97 ടൺ സ്വർണമാണുള്ളത്. ഇതിന് പിന്നാലെ 641.28 ടൺ സ്വർണശേഖരമുള്ള തുർക്കിയും 612.45 ടൺ സ്വർണവുമായി നെതർലൻഡ്സും യഥാക്രമം 9ഉം 10ഉം സ്ഥാനങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.